welcome to QT, the Hand Wash Presents Comedy Masters, co-presented by SLBS Marklands, powered by Amardhaveni Lice Kit, co-powered by Rajakumari Group. എന്റെ ടീമുകളുടെ ശക്തി ഇത്തിരി കുറഞ്ഞോ? ഇതൊരു ഷൂട്ടിംഗ് ആണ്. അതെ, ഇത് ആൾക്കാർ കാണുന്ന പരിപാടിയാണ്. വേണ്ട അഖിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഷെയ് ചേച്ചി, ഈ ഒരു വിളിയിലാണ് അവിടെ ഇവിടെ നിൽക്കുന്നവരൊക്കെ പെട്ടെന്ന് ടിവിയുടെ ഫ്രണ്ടിൽ വരും. അതാണ് നമ്മുടെ ആ ഒരു ഇത്, നമ്മുടെ കോളിംഗ് ബെൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറയട്ടെ പ്രേക്ഷകരെ, ഇന്ന് നാട്ടുകൂട്ടത്തിൽ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നും നിയോ ഡാൻസ് സ്റ്റുഡിയോ ഡാൻസേഴ്സ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് ആണ് വന്നിരിക്കുന്നത്. അവരുടെ പവർ ഒന്ന് കേക്കട്ടെ, പാലക്കാടുകാരുടെ പവർ ഒന്ന് കേക്കട്ടെ. ഞങ്ങളും ഞങ്ങളുടെ ടീമും ഒക്കെയാണ്. ഞങ്ങൾ വിത്ത് സ്റ്റെപ്പാണ് വെക്കാൻ പോകുന്നത്. സെന്ററിൽ പോയി അത്തപ്പൂക്കൾ ഇട്ടോല്ലോ വരുവോ? അമ്യൂസ്മെന്റ് പാർക്കിൽ പോയതായിരുന്നു. അവരറിയുന്നില്ല, അവരെ മുമ്പ് ശ്രീവിദ്യയുടെ ഇരിക്കണേന്നു. ശ്രീവിദ്യയുടെ കാറ്റടിച്ച് നിങ്ങളെ നൃത്തത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ഞങ്ങളോ അമൃത ടിവിയോ യാതൊരു ഉത്തരവാദികളും. അതുകൊണ്ട് ബി കെയർഫുൾ, അതേ എനിക്ക് പറയാനുള്ളൂ. ഞാനാണെങ്കിൽ ഇന്ന് ഞാനിങ്ങനെ എന്താണ് സംസാരിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ്, നമ്മൾ മിക്ക ആൾക്കാരും ഷൂട്ടിന് വരുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഹോട്ടൽസിലാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സ്പെഷ്യലി ഞാൻ, ശ്രീവിദ്യ, ഡയനൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും റൂമിലിരുന്ന്. ഇന്നത്തെ ഷൂട്ടിന്റെ വിശേഷങ്ങൾ, ബാക്കി ഷൂട്ടിൽ നടന്ന കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംസാരിക്കും. പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹോട്ടൽസിൽ ഇപ്പൊ എനിക്കുള്ളൊരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുവാണെങ്കിൽ എത്ര രാത്രി എന്തൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാലും രാവിലത്തെ ആ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു എണീക്കും ഞാൻ. അത് എത്ര ഓർക്ക ക്ഷീണം ഉണ്ടെങ്കിലും എന്നിട്ട് ബാക്കിയുള്ള എല്ലാരെയും ഞാൻ വിളിച്ചെണീപ്പിക്കും. എന്താണെന്നറിയോ? മുതലാക്കണ്ടേ പൈസ. അത് ഹോട്ടൽ റൂമിൽ പോകുമ്പോഴേ എനിക്ക് റൂം തുറന്ന് കയറി കഴിയുമ്പോ ബെഡ് ലെഫ്റ്റ് സൈഡിലായിരിക്കണം, എന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. അങ്ങനെയുണ്ടോ? എനിക്ക് റൂം തുറന്ന് കയറി കഴിയുമ്പോ ലെഫ്റ്റ് സൈഡിൽ ബെഡ് വരണം, എനിക്ക് ലെഫ്റ്റിൽ കിടക്കണം, അങ്ങോട്ടേക്ക് നോക്കി. അത് കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ശീലമായിരുന്നു, ഇപ്പൊ അത് മാറിയ. അല്ല, ഇപ്പൊ മാനസികമാണ്. എന്റെ വീട്ടില് റൂം ചെയ്തപ്പോ ബെഡ് ലെഫ്റ്റിൽ വരാൻ വേണ്ടിട്ട് ഒരു ഡോറ് പൊളിച്ച് ഇപ്പുറത്തോട്ട് വെച്ച് ലെഫ്റ്റ് ആക്കിയ ആളാ ഞാൻ. ഒരു ഹോട്ടലിൽ തമാശ പറഞ്ഞുതരാം. ഞങ്ങളെല്ലാരും കൂടെ ഇതിന് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഹോട്ടലിൽ താമസിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരുടെ ഹോട്ടലിൽ നിന്നപ്പോൾ, ആളുടെ പേര് ഞാൻ പറയൂലേ, അപ്പോൾ ഞങ്ങളെല്ലാം ഹോട്ടലിൽ നിന്നപ്പോൾ പെട്ടെന്ന് താഴെ മീറ്റിങ്ങിൽ വിളിച്ചു. അപ്പം ഞങ്ങളെല്ലാം റൂമിൽ എത്തിയതേ ഉള്ളൂ. മീറ്റിങ്ങിൽ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഞങ്ങളൊക്കെ ചാടി പുറപ്പെട്ട് വന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളൊരു സീനിയർ ആർട്ടിസ്റ്റാണ്. പുള്ളി വന്ന് ഷർട്ടൊക്കെ ഊരി ഇട്ടപ്പോഴാണ് മീറ്റിങ്ങിന് വിളിച്ചത്. അപ്പം ഞങ്ങളൊരു വരലുണ്ടോ മീറ്റിംഗ്, നിങ്ങളിപ്പോൾ ഞാൻ വരാം. ഞങ്ങൾ നേരെ താഴെ പോയി എല്ലാവരും മീറ്റിംഗ്. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ കറക്റ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് അതുവരെ ഇല്ലാത്ത വേറൊരാൾ വന്ന് മീറ്റിംഗ് ഫ്രണ്ടിൽ ഇരിക്കുന്നു. ഞങ്ങളൊക്കെ ഈ പുള്ളി ഇങ്ങനെ വന്നത് സെറ്റപ്പ് ആയിട്ടിരിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്നൊരു അട്രാക്ഷൻ. അങ്ങനെ പുള്ളി മീറ്റ് ചെയ്യാൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും എണീറ്റ് പോകുന്നു. പുള്ളിയാണ് ആദ്യം എണീറ്റ് പോയത്. എണീറ്റ് പോയപ്പോൾ മുണ്ടങ്ങ് മടത്ത് കെട്ടി നടന്നപ്പോൾ ബാക്കിൽ ഹോട്ടൽ പ്രിൻസ് പാലസ്. അവിടുത്തെ പാന്റ് ഊരി ഷർട്ട് ഊരിയപ്പോ മീറ്റിംഗിൽ വിളിച്ച് ഒരു ഷർട്ട് എടുത്തിട്ട് തപ്പിയിട്ടേ അവിടുത്തെ ബെഡ്ഷീറ്റ് തന്നെ നേരെ നടന്ന. ആളിന്റെ പേര് ചോദിക്കരുത്, അറിയാവുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയില്ല. അത് കണക്ക് വേറൊരു കോമഡിയെ, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പയ്യൻ, അവനറിയാം, അവനാളിനെ അറിയാം. അപ്പം എന്റെ കൂടെ ഒരു പടത്തിന്റെ ഷൂട്ടിനെ കൂടെ കൊണ്ടുപോയി. അപ്പൊ വലിയ ഹോട്ടലാണ്. അപ്പൊ അവൻ അങ്ങനെ ഹോട്ടലിൽ താമസിച്ചില്ല. അങ്ങനെ അറിയാൻ വന്ന്, അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആദ്യം കുളി, ഞാൻ ഒരു 5 മിനിറ്റ് കിടന്ന് ഉറങ്ങട്ടെന്ന് പറഞ്ഞ് ഇവ അകത്ത് കയറിപ്പോയി. ഒരു 1/2 മണിക്കൂറായിട്ട് ഇവൻ തുറന്ന് വെളി വരുന്നില്ല. നമ്മുടെ ഇറങ്ങടാ, ഷൂട്ടിന് താഴെ വണ്ടി വന്ന് നടക്കണ്. ഷവർ തുറന്നല്ല ചേച്ചി, ഇവൻ തുറന്നപ്പോ ചൂടുവെള്ളം, തിളച്ച വെള്ളം. ഇവൻ അറിഞ്ഞുകൂടത് എന്താണ് സംഭവം. ഞാൻ നോക്കിയപ്പോഴേ ഇവൻ തിളച്ച വെള്ളം ആറ്റണ്. തിളച്ച വെള്ളം കപ്പ് കോരി ഒഴിച്ച് ആറ്റണം. അവൻ അറിഞ്ഞൂടാ, തണുത്ത വെള്ളം വല്ല അവൻ അറിഞ്ഞൂടാ. അവൻ പിടിച്ച് ഞെക്കിയപ്പോ ചൂടുവെള്ളം വന്നു. പിന്നെ ഞാന് നമ്മളുടെ ഹോട്ടലിൽ വെച്ച് ഈ മറ്റേ ക്രീം, ഷാംപൂ, അതൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അത് നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ റൂം എടുത്തിട്ടുണ്ട്. കോമ്പ്, സോപ്പ്, ചെരുപ്പ്, അതെടുക്കുന്ന സാധനം. അപ്പൊ ബേസിക്കലി നമ്മൾക്ക് എല്ലാവരുടെ ഉള്ളിൽ ഒരു അമ്പിളിക്കുട്ടൻ ഉണ്ട്. അതാണ് നമ്മൾ വേണോ വേണ്ടേന്ന് എന്ത് വിചാരിച്ചാലും അമ്പിളിക്കുട്ടാ ഒന്ന് വരുവോ? അമ്പിളിക്കുണ്ടുണ്ട് ഇവിടെ. അപ്പൊ പാലക്കാടുകാർക്ക് ഇന്ന് അടിപൊളിയായ ട്രീറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. ചിരിക്കാൻ റെഡി ആയിക്കോ, കാരണം ഞങ്ങളുടെ സ്വന്തം അമ്പിളിക്കുട്ടനാണ് വരാൻ പോകുന്നത്.
ഹലോ ജേക്കബ് സാർ, ഗുഡ് മോർണിംഗ് സാർ. ഞാൻ ഹോട്ടൽ ബ്ലൂ മൗൺ കാസ്റ്റിലെത്തി. സാർ പേടിക്കണ്ട സാർ, പ്രിൻസിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ അറിയും. എന്നിട്ട് നമ്മൾ മോളെ കൊണ്ട് കെട്ടിക്കോളൂ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ സാർ, തിരിച്ചു വിളിക്കാം. Hey, man. അറിയാമോ ഹേമൻ ചിറ്റപ്പൻ? എന്റെ ചിറ്റപ്പനാണ്. പണ്ട് കടകാറ നാട് വിട്ടു. എവിടെ വെച്ച് കണ്ടായിരുന്നാ? ലഗേജ് നിന്നാണ് തള്ളിയിട്ട്. സോറി സാർ. എന്താണ് ഈ കാണിക്കുന്നത്? സാറ് ആട്ടോ ഡ്രൈവറാണ്? ഓട്ടോ ഡ്രൈവറോ? ഇനി ഇതെന്തോന്ന്? ടാന. ഞാനാ ഇത്? താനെന്നല്ല പറഞ്ഞ ടാൻ കളർ. ആ. എയർപോർട്ടിൽ വന്ന സമയത്തെ എന്റെ ഷർട്ടിൽ ഒരു കറ വീണു. അങ്ങനെ അപ്പോഴേ എന്നെ പീറ്റർ ഹാരിയറിന്റെ ഒരു ഷർട്ടിങ് വാങ്ങി. എന്നിട്ട് പുള്ളി അവിടെ ഉടുപ്പില്ല നിൽക്കുവാണോ? ആര്? ഈ പറഞ്ഞ ആള് പീറ്റർ ഹാരിയുടെ ബ്രാൻഡാണ്. ഭ്രാന്തുണ്ടാ? എന്നാ കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ. താൻ ഇവിടുത്തെ തന്റെ പേരെന്താ? ഞാൻ അമ്പിളിക്കുട്ടായി. അമ്പലിക്കോട്ട്. താൻ ഇവിടുത്തെ ഷെഫാണോ? അല്ലല്ല, പിന്നെ ഞാൻ ഇവിടുത്തെ റൂം പോയി. റൂം ബോയുടെ വേഷമല്ലല്ലോ ഇത്. ഷെഫ് റൂം പോയി. ഷെഫ് റൂം പോയാ? ഷെഫ് റൂമിൽ പോയി ആ. എന്റെ തുണി എടുത്തിട്ടുണ്ട്. അപ്പൊ അവന്റെ യൂണിഫോം എടുത്തിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നു പകരത്തിന് പകരം. അവന്റെ എന്താണെന്ന് പറഞ്ഞ യൂണിഫോം. അല്ല, നിങ്ങളുടെ മുതലാളി പ്രിൻസ്. ആ, മാത്യു സാറിന്റെ മോൻ പ്രിൻസ്. ഓ പ്രിൻസ്. ഓ പ്രിൻസ് അല്ലേ, എം പ്രിൻസ്. മാത്യു മകൻ പ്രിൻസ്. അല്ല, ഈ പ്രിൻസോട് നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അയ്യോ, നല്ല മനുഷ്യനാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. മുതലാളി അല്ലേ? മലയാളി. അപ്പൊ നിങ്ങൾ ജോലിക്കാരനോട്ട് മിണ്ടും സംസാരിക്കും? അങ്ങനൊന്നും ഇല്ല പുള്ളിക്ക്. എല്ലാവരുടെ ഭയങ്കര സ്നേഹമാണ്. ഇവിടെ വരുമ്പോ ഇടയ്ക്ക് എനിക്ക് 50 രൂപയൊക്കെ തന്നിട്ട് പോകും. ശരി. അപ്പൊ സഹജീവികളോടൊക്കെ നല്ല സ്നേഹമാണ്. ഭയങ്കര സ്നേഹമാണ്. സഹജീവികളോട് സ്നേഹം എന്തോ എഴുതുന്ന? ഒന്നുമില്ല, ഞാൻ ഇമ്പോസിഷൻ എഴുതാനുണ്ട് സ്കൂളിലേക്കുള്ള കുട്ടിയൊക്കെ. അപ്പൊ ആ അമ്പിളിക്കുട്ടൻ, അമ്പിളിക്കുട്ടൻ എന്താ താമസം? ഞാൻ വന്നിട്ട് എത്ര നേരം ലഗേജ് കൊണ്ടുവരാൻ വേണ്ടി താമസിച്ചു? അത് പിന്നെ സാറേ, എന്റെ പുതിയ പടത്തിന്റെ പൂജയായിരുന്നു. കലാകാരനൊക്കെ ആണല്ലേ? അങ്ങനൊന്നും ഇല്ല. പിന്നെ പടത്തിന്റെ പൂജ എന്ന് പറഞ്ഞു. ഞാൻ ഒരു പടം എടുത്തിന്ന് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അതിന് നല്ല ലൈക്ക് കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ വെച്ച് പൂജിച്ചത് പടത്തിന്റെ പൂജ. ഞാൻ താഴെ കാർ പാർക്ക് ചെയ്തപ്പോഴേ അതിന്റെ മുന്നിൽ ഒരു സൈക്കിൾ ഇരുന്നു, അതെടുത്ത് മാറ്റണം. എന്റെ സൈക്കിള്. ആ സൈക്കിൾ മാറ്റണം. നമുക്ക് അതിനുള്ള നിവൃത്തിയൊന്നുമില്ല സാറേ. വലിയ വണ്ടി എടുത്ത് EMI അടയ്ക്കാനൊന്നും സൈക്കിൾ മാറ്റാക്കൂല. ഞാൻ എന്തോന്ന് പറഞ്ഞു, ഇയാൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഈ തനിക്ക് ഇതാണോ ഹോബി? ഇല്ല, ഞാൻ അമ്പിളിക്കുട്ടൻ. ഗോപി താഴെ മാറിയിരിക്കുന്നു. എടാ, ഇതാണോ വിനോദം? വിനോദ് ഇവിടുത്തെ ഡ്രൈവർ. തന്റെ നേരം പോക്ക് ഇതൊക്കെയാണോന്ന്? ആ, ഇല്ല സാറേ, എനിക്ക് ഈ ഓവർ തിങ്കിങ് ആണ്. ഞാൻ കാട് കയറിയൊക്കെ ചിന്തിച്ചാളേ. ഓ, ഈ ആമസോൺ കാട് കയറിയോടെ ഞാൻ ചിന്തിക്കും. എന്താ ചിന്തിക്കുന്നത്? ഈ ആമസോൺ കാട്ടിലെ അനാക്കൊണ്ടൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്ന എന്തോ. സമയം എത്രയായി? 10 മണി. ചായ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. അല്ല, ഈ പ്രിൻസ് ഇപ്പൊ നല്ല സ്വഭാവമാണല്ലേ? നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ 50 രൂപയൊക്കെ തന്നിട്ട് പോകും. അപ്പം എല്ലായിടത്തും ഭയങ്കര എന്തോ എഴുതുന്ന. അല്ല, ഒന്നുമില്ല, ഇമ്പോസിഷൻ സ്കൂൾ. അപ്പോഴേ ഇത് ആൾക്കാരോടൊക്കെ നല്ല സ്നേഹമായിട്ട് പെരുമാറും. ഭയങ്കര സ്നേഹമുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വന്നാലോ പൈസ ഇല്ലെങ്കിലും പുള്ളി ഒന്നും പറയത്തില്ല, ഇറക്കി അങ്ങ് വിടും. ആഹാരമൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ എല്ലാം മേടിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ സ്നേഹം ഉണ്ടല്ലേ? ഉണ്ട്. ഓ, അത് ശരി. നമ്മളിക്കൂടെ ഒരുപാട് നാളെ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ 5 വർഷമായി. പക്ഷെ അമ്പിളിക്കുട്ട, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും നന്നായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാർ ഒരുമാതിരി നമ്മളോട് പെരുമാറും. അമ്പിളിക്കുട്ട, ഇതൊക്കെ ചെയ്ത തെറ്റാണ്, അങ്ങനെ ചെയ്യരുത്. ആൾക്കാർ നിങ്ങളെ പുച്ഛത്തോടെ കാണുള്ളൂ. തന്നെ സാറേ, എന്നെ കാണുമ്പോ എല്ലാവർക്കും ഭയങ്കര പുച്ഛമാണ്. ഞാൻ ഇവിടെ കയറിയാൽ മതി, എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആൾക്കാർ നമ്മളെ പുച്ഛിച്ചെന്ന് കരുതി നമ്മുടെ മനസ്സ് ഡൗൺ ആവരുത്. നമ്മൾ ഉള്ളിൽ നിന്ന് സ്വയം മോട്ടിവേറ്റഡ് ആവണം. അതിന് നമ്മൾ സ്വന്തം കഴിവിൽ വിശ്വസിക്കണം. എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ട് സാറേ. വെരി ഗുഡ്. ഞാൻ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ആർക്കും കാണിക്കാൻ പറ്റില്ല സാറേ. വെരി ഗുഡ്. BP ആണ് പറഞ്ഞു. ഞാനേ പിന്നെ ഒരുപാട് മണ്ടത്തരം കാണിക്കും. കാണിക്കും. നിങ്ങൾക്ക് നല്ല കൂട്ടുകാരില്ലാത്തോണ്ടാണ്. എന്തിന്? അല്ല, ഇങ്ങനെ മണ്ടത്തരം കാണിക്കുമ്പോൾ നല്ല പറഞ്ഞ് ശരിയാക്കാൻ. ആര് പറഞ്ഞു കൂട്ടുകാരില്ലെന്ന്? ഒരുപാട് കൂട്ടുകാരുണ്ട്. ശ്രീവിദ്യ മുല്ലശ്ശേരി, എലീന പടിക്കല്, ആലീസ്, ഡയാന, ഇതൊക്കെയാണ് കൂട്ടുകാർ. എന്നെ കൂട്ടുകാരാണ്. അവരൊക്കെ നിങ്ങൾ ഈ മണ്ടത്തരം കാണിക്കുമ്പോൾ ഒന്നും പറഞ്ഞ് ശരിയാക്കാറില്ലേ? പിന്നെ ഞാൻ മണ്ടത്തരം കാണിച്ച് സങ്കടപ്പെടുമ്പോ എന്നെ കാട്ടി വലിയ മണ്ടത്തരം കാണിച്ച് അവരെന്നെ ആശ്വസിക്കും. ഞങ്ങൾക്ക് മണ്ടത്തരം പറയാനും പ്ലാൻ ചെയ്യാനും വാട്സ്ആപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട്. അത് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്, കുട്ടിയെങ്കിൽ ഫാൻസ് അസോസിയേഷൻ. ഇപ്പൊ പുതിയ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാരാണ്? ശ്വേതാ മേനോൻ. ഏതോ ഗ്രൂപ്പിൽ ഇത് രാജിവെച്ചിട്ട് ഞങ്ങൾ ഗ്രൂപ്പിൽ കയറി. എന്തോ ഒന്നുമില്ല, കുട്ടികളുടെ ഇമ്പോസിഷൻ. കൂടെ നല്ല ചൂടെടുക്കുന്നു. ഒരു കാര്യം ചെയ്യും, ആ ലഗേജിനകത്തൊരു പച്ച കൈലുണ്ട്, എടുത്ത്. തരാം. സാർ എവിടുന്ന് വരുന്ന? മുംബൈ നിന്ന്. എത്ര ദിവസം എവിടുന്ന് ഇറങ്ങിയിട്ട്? 1.5 ആഴ്ചയായി. അതാണ് പച്ചക്കൈലി പഴുത്ത്.
അത് ഭാര്യ മാറ്റി വെച്ചായിരിക്കും. താൻ അതിനകത്ത് വെച്ചേ. അല്ല എങ്ങനെയാ നീ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊന്നും എടുത്ത് വയ്ക്കൂല. എന്റെ ഭാര്യ അങ്ങനെയൊന്നും പറയരുത്. എന്റെ ഭാര്യ എനിക്ക് മാലാകയാണ്. തത്വം അവര് ജീവിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പറയരുത്. ഇവിടെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ അവരെ ആ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണം ഭർത്താക്കന്മാര്. മനസ്സിലായി? ഞാൻ എപ്പോ എവിടെ പോയിട്ട് വന്നാലും എന്റെ ഭാര്യക്ക് പട്ടുസാരി അത് ഭയങ്കര ഇഷ്ടമാണ്. പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ഞാൻ മേടിച്ചോണ്ട് കൊടുക്കും. അങ്ങനെ തന്നെ ഈ പട്ട് സാരി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഭ്രാന്താണ്. പിന്നെ ഈ കാഞ്ചീപുരം പട്ട്, ബനാറസ് പട്ട്, സാമുദ്രിക പട്ട്, ആറാണി പട്ട് ഒക്കെ നമ്മൾ ആണുങ്ങള് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് പാടുപെട്ട് ഓണടയ്ക്കണം. അവസാനം ഏതെങ്കിലും പെണ്ണുങ്ങളെ മുമ്പിലും പെട്ട്. സ്ത്രീകളെ അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ ഇപ്പൊ KSRTC നഷ്ടത്തിലാണെങ്കിൽ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അതിനൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ ഒന്നാമത് KSRTC നഷ്ടം. അതിനിടയ്ക്ക് ഈ പെണ്ണുങ്ങളെ കൊണ്ട് അതിനകത്ത് കയറ്റുന്ന എന്തിന്? പിന്നെ നമ്മളെ ആണുങ്ങൾക്ക് അവർക്ക് സഹായം ചെയ്തുകൂടെ? ആണുങ്ങൾക്ക് എന്ത് സഹായം ചെയ്യണം? എത്ര നമ്മൾ വിവരം കുപ്പിയെടുക്കുന്നു, ഒരു ഫുള്ള് ഫ്രീ എന്നൂടെ നമുക്ക്? ഈ പ്രിൻസ് നല്ല മനുഷ്യനാണ്. ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ ഇവിടെ ഒന്ന് കാറൊക്കെ കൊണ്ടിട്ടിട്ട് നമ്മളെയൊക്കെ കണ്ട പണിക്കാരെ കണ്ട ഭയങ്കര സ്നേഹമാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മളിവിടെ വേറെ ഒന്നും ചോദിക്കില്ല. ഈ ഹോട്ടലിൽ ഫാമിലിക്കൊക്കെ തങ്ങാൻ പറ്റുന്ന ഹോട്ടലാണ്? പിന്നെന്ത് ആണ്. ഇവിടെ ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കാൻ ഒന്നുമില്ല, ഇല്ല, ഒരു പരിപാടിയില്ല. അങ്ങനെ ആരെങ്കിലും വന്ന റൂം പ്രിൻസ് സാറ് പ്രത്യേകിച്ച് കൊടുക്കൂല, റൂം കൊടുക്കൂല. ആളെ ഇച്ചിരി ഡീസന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്തോ എഴുതുന്ന സ്കൂളിൽ അപ്പോഴേ ഈ പുള്ളിയും ബാക്കിയുള്ളവരോട് പെരുമാറുന്ന രീതിയെല്ലാം കറക്റ്റ് ആണ്. നല്ലതാ. പുള്ളി ഒരു ഡീസന്റ് മനുഷ്യനാണ്. നല്ല മനുഷ്യൻ. നല്ല ചൂട്. AC വെന്റ് എവിടെ ഇരിക്കുന്നത്? AC ഇല്ലെങ്കിലാണ് വെന്തിരിക്കുന്നത്. ഭയങ്കര ചൂടാ ഇവിടെ. ഇടയ്ക്ക് മറ്റേ അവരൊന്ന് റൂം എടുക്കും. ശേതാമേനോ ആണോ? അയ്യോ വന്നിട്ട് അപ്പോഴേ അമ്പിളിക്കുട്ടാ, ഈ നമ്മുടെ പ്രിൻസ് ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ആളാണല്ലോ? അയ്യോ ഒന്നുമില്ല. ആണല്ലേ? വളരെ നല്ല മനുഷ്യൻ. എനിക്ക് തോന്നി, അത് പറഞ്ഞോണ്ട്. മാച്ച് ബോക്സ് ഉണ്ടോ? ഇല്ല, ജോമെട്രി ബോക്സ് ആണ് ഇവിടെ. എടുത്ത് കത്തിക്കാൻ ലൈറ്റർ ഉണ്ടോ? അയ്യോ ഇത് മലികരുത്. കേട്ടിട്ടില്ലേ? സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് സ്പെഷ്യൽ ജൂറി അവാർഡ്. മനസ്സിലായില്ല. പുകവലി ആരോഗ്യത്തിന് ആഹാരം. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? എന്തോ പുകവലി തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? എന്റെ അച്ഛൻ ഭയങ്കര പുകവലിയായിരുന്നു. പിന്നെ അങ്ങനെ അച്ഛന്റെ പുകവലി നിർത്താൻ വേണ്ടി അമ്മ അച്ഛനെ കൊണ്ട് യോഗ ക്ലാസ്സിലാക്കി. കുറവുണ്ടോ? ഇപ്പം അങ്ങനെ തലയും കുത്തി നിന്ന് 10 വിരലിൽ ബീഡി വെച്ചിട്ട് വലിക്കും. കുടുംബം മൊത്തം മണ്ടത്തരം ചെയ്യുന്ന ആൾക്കാരാണല്ലേ? ഭയങ്കര രസം നമ്മളെ ഫാമിലി. വലുതും ചെറുതും എല്ലാം മണ്ടത്തരം തന്നെയാണ്. ഭയങ്കര രസം. വീട്ടിൽ രസം ചിരിച്ച് ചാവാം. കൊച്ചു കുട്ടികൾ വരെ മണ്ടത്തരാണല്ലേ? കുട്ടികളൊന്നും ഇല്ല വീട്ടില്. കുട്ടികളില്ലേ? ഇല്ല, ഞങ്ങളെ വീട്ടിൽ ആരും കല്യാണം കഴിച്ചിട്ടില്ല. ആരും കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 2 ആൺപിള്ളേര്. അനിയനാണോ ചേട്ടനാണോ? എന്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല. അനിയനും ചേട്ടന് കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല. അതാണ്. എന്റെ അച്ഛന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ ജനിച്ചു? അതിന്നും ചുരുളേത്തൊരു പ്രഹേളികയാണ്. അല്ല, പ്രിൻസാർ ഇടയ്ക്ക് ഇങ്ങോട്ട് വരില്ലേ? ഇടയ്ക്ക് വരും. വരുമല്ലേ? അപ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. പ്രിൻസാർ മൊത്തത്തിൽ ആള് നല്ലൊരു ഡീസന്റ് മനുഷ്യനാണ്. നല്ല വ്യക്തിയാണ്. എല്ലാരും സഹായിക്കും. നല്ല സ്വഭാവമാണ്. ആഹാരം മേടിച്ചു കൊടുക്കും. ഭയങ്കരമായിട്ട്. സ്ത്രീ വിഷയത്തിലൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലേ പുള്ളി? അങ്ങനെ ആ സൈഡിലോട്ടേ പോവില്ല. അമ്പിളിക്കുട്ടാ, ഞാനേ ഇവിടെ ഒരുപാട് ദിവസം തങ്ങേണ്ടി വന്നേനെ. പക്ഷെ അമ്പിളിക്കുട്ടൻ കാരണം 1 മണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ജോലി ഈസിയാക്കി തന്നു. അതുകൊണ്ട് അമ്പിളിക്കുട്ടാ, ചെറുത് കഴിക്കുന്നോ? ഞാൻ അങ്ങനെ കഴിക്കൊന്നുമില്ല. സന്തോഷത്തിന് ഇതൊക്കെ ഒരു ഇഷ്ടമല്ലേ? നല്ല കൂടി തന്നെ എയർപോർട്ടിൽ നിന്ന് മേടിച്ചതാ. ക്ലാസ് ഇല്ലേ അമ്പിളിക്കുട്ടാ? വേണ്ടായിരുന്നു. ഭയങ്കര കഴിപ്പ്. അത് മദ്യമാണ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഭയങ്കര ചൂടാണ് ഇവിടെ. ഭയങ്കര ചൂടാണ്. എനിക്ക് ചൂട് തിന്നാ ഡീഹൈഡ്രേഷൻ വരും. അവൻ മരുന്നിന് മുമ്പ് അടി ഡീഹൈഡ്രോസ്. അമ്പിളിക്കുട്ടാ, എന്തായാലും വലിയ ഉപകാരം കേട്ടോ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേനും. അപ്പൊ എന്തായാലും ഈ പ്രിൻസ് മുതലാളി ആള് മിടുക്കനാണ്. പ്രിൻസ് മുതലാളി നേരത്തെ പറഞ്ഞ നിങ്ങളുടെ മുതലാളി പ്രിൻസ് മുതലാളി അല്ല, സഹജീവികളോട് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടായവന് വേഗം അവ ഇവിടെ വരുമല്ലോ. വന്നിട്ട് 50 ഗുണവേ എടുത്ത് കഴിയും. അവന്റെ പൈസ ഇല്ല, കോടികളുണ്ട് അവന്. 50 രൂപ ഞാൻ അതുകൊണ്ട് പള്ളി നേർച്ചിട്ടിട്ട് അവന്റെ മണ്ട മറക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അല്ല, നേരത്തെ പറഞ്ഞു ഇവിടെ ഒന്ന് ആരെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാ പൈസ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവന്റെ വെറും തണ്ടിയാണ് അവൻ. അറിയാമോ അവനെ? അവൻ സഹജീവികളോട് സ്നേഹം
സഹജീവികളോട് പറന്നു വന്ന കാക്ക എറിഞ്ഞിട്ട് ചുട്ട് തിന്നോ പോയി കാക്കയെ തിന്നു കാക്ക മാത്രോ മരപ്പട്ടി കരിമ്പൂച്ച ഉടുമ്പ് ഓന്ത് ഫ്രൈ ആണ് അവന്റെ മെയിൻ. അവന് രാത്രി വെള്ളം അടിക്കുമ്പോ പെരുമ്പാമ്പിന്റെ മുട്ടയുടെ ഓംപ്ലേറ്റ് ഇല്ലെങ്കിൽ അവന് ഇറങ്ങൂല. അതൊക്കെയാണോ കഴിക്കുന്നത്? പിന്നെ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇല്ലീഗൽ ആക്ടിവിറ്റി റൂം അങ്ങനെ ആർക്കും അങ്ങനെ അത് റൂമൊന്നും ഇവിടെ ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. അത് കൊടുക്കൂല്ലോ അല്ലെ? അവന് തികയണ്ടേ? അവന് തികഞ്ഞാല് റൂം പുറത്തു കൊടുക്കാൻ പറ്റൂ. അയാളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭാഗ്യം ചെയ്തവളാ, സന്താന ഭാഗ്യം ഉണ്ടാവും. അത് നല്ല കാര്യം. 24 മണിക്കൂർ ഓരോ പെണ്ണുങ്ങൾ മുതലാളിയുടെ വീട്ടിൽ കയറി ഇറങ്ങും അവന്റെ കൊച്ചാന്ന് പറഞ്ഞ് ഇടിച്ചു. പിന്നെ മുതലാളിയുടെ പൈസ ഉള്ളതുകൊണ്ട് അത് ഒതുക്കി വിടുന്നു. IC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അടച്ചിട്ടില്ല, എന്റെ ഗ്യാസ് അടക്കാണ് ഇപ്പൊ. കേട്ടാ താങ്ക്സ്, വലിയ ഉപകാരമാണ് എനിക്ക് ചെയ്തത്. ഒരു കോൾ ചെയ്തോട്ടെ. ഹലോ ജേക്കബ് സാർ, ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് സാർ. പ്രിൻസുമായിട്ടുള്ള അലയൻസ് നമുക്കത് ക്യാൻസൽ ചെയ്യാം സാർ. ആള് നല്ല വെടിപ്പല്ല, സ്വഭാവം ശരിയല്ല, സ്ത്രീ വിഷയത്തിലൊക്കെ മോശമാണ് സാർ. മോൾക്ക് ഇങ്ങനെ ഒരു ആലോചന വേണ്ട സാർ. താങ്ക് യു. ഇല്ല അയാളുടെ കൂടെ ഉള്ള ഇവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞു തന്നത്, ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് അമ്പിളിക്കുട്ടൻ. ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അവരെക്കാൾ കൂടുതൽ വേറെ ആർക്ക് അറിയാൻ പറ്റും സാർ. ഇല്ല സാർ, മുന്നോട്ട് പോകണ്ട. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. എന്തോ വിളിച്ചു പറഞ്ഞു വേറെ ഒന്നുമില്ല. താങ്കളുടെ മുതലാളി പ്രിൻസ് ഇല്ലേ, പ്രിൻസിന് വലിയൊരു പണക്കാരന്റെ മോളോട്ടൊരു കല്യാണ ആലോചന വന്നു. അപ്പൊ പയ്യന്റെ സ്വഭാവമൊക്കെ അറിയാൻ വേണ്ടിട്ട് എന്നെ വിട്ടത് അവര് ഏജൻസിയിൽ. അപ്പൊ ഞാൻ അറിഞ്ഞെല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കല്യാണം നടക്കില്ല. ഞാനാണ് നിങ്ങളടുത്ത് പറഞ്ഞതെന്ന് നിങ്ങൾ പ്രിൻസ് സാറിന്റെ അടുത്ത് പറയൂ. ഞാൻ പറഞ്ഞത് ഏജൻസി പറഞ്ഞോളൂ. നമ്മളിക്കൂട്ടെ എന്തിനു കരഞ്ഞിട്ട് ചിരിക്കുന്ന? സാധാരണ ഞാൻ കാരണം മറ്റുള്ളവർക്കാണ് പണി കിട്ടുന്നത്. ഒരു വെറൈറ്റി ആയി. ഞാൻ കാരണം എനിക്ക് തന്നെ പണി കിട്ടി. അയ്യോ, സൂപ്പർ എൻഡിങ്, സൂപ്പർ. Cutie, the hand wash presents comedy masters, co-presented by SLBS Mark Lens, powered by Amrtaveni Lice Kit, co-powered by Rajakumari Group. Battery kit ready ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടിയാകിൽ ആൻഡ് ടീം ഇറക്കിക്കോ. അതായത് ഈ ടീമിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കുട്ടിയകിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ ഇറക്കി കളിക്കാനാണ് ഇനി നമ്മളെ പരിപാടി. കുട്ടികൾ എന്ന് പറയുമ്പോഴും ഇവിടെയുള്ള എല്ലാ സീനിയർ ആർട്ടിസ്റ്റുകൾക്കും വെല്ലുവിളിയായ രണ്ടുപേരാണ്. ഒരാൾ പഠിക്കുന്നത് സെക്കൻഡ് എയിലാണ്, മറ്റേയാൾ പഠിക്കുന്നത് സെക്കൻഡ് സിയിലാണ്. ലെറ്റ്സ് വെൽക്കം തൻവിക ആൻഡ് തനയ്. ചേച്ചി ബാറ്ററി ഓൺ ആണോ? ബാറ്ററി ഓൺ ആണ്. പെർഫോമൻസ് ആണ്. സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ പ്രഭാകരേട്ടാ, നമ്മൾ ഈ സ്നേഹം മരണം വരെ ഉണ്ടാവോ? ഞാൻ മരിച്ചു നീ വേറെ കല്യാണം കഴിച്ചു പോടി. ഈ വയസ്സാം കാലത്ത് മുട്ടുവേദന എടുത്തിരിക്കുന്ന ഞാനാ. ഓ ഭാഗ്യം, എനിക്ക് മുട്ടുവേദനയില്ല. എന്തെങ്കിലും പറഞ്ഞിരുന്നാ? ഒന്നുമില്ല. എനിക്ക് അതല്ല സംശയം, ഗൾഫിലുള്ള നമ്മളെ വല്ല വൃദ്ധസദനത്തിലാക്കുവോ എന്തോ. എന്താ മനുഷ്യ? അല്ല, വൃദ്ധസദനത്തിൽ പോയാൽ നമ്മളുടെ പ്രായമുള്ള കുറെ പെണ്ണുങ്ങളെയൊക്കെ കാണാമല്ലോ. ഇത്തിരി വയസ്സായെങ്കിലും ഞാൻ സുന്ദരിയല്ലേ? സുന്ദരിയൊക്കെയാണ്, പക്ഷെ ഈ കണ്ണട വെക്കാതെ നോക്കണം നിന്നെ. അപ്പൊ നിങ്ങളെ മനസ്സില് ഞാനല്ലാതെ വേറെ പെണ്ണുങ്ങൾ ഉണ്ടല്ലേ? ഇല്ലേ ഇല്ല. എന്നാ നീ തലയിൽ തൊട്ട് സത്യം ചെയ്. നീയാണ് സത്യം, നീ അല്ലാതെ വേറെ പെണ്ണ് എന്റെ മനസ്സിലില്ല. എന്നാ നിങ്ങൾ അമ്മയെ പിടിച്ച് സത്യം ഇട്. അഞ്ചു സന്നിധാ മനുഷ്യ അറപ്പിക്കല്ലേടി, ബാക്കിയും കൂടെ എണ്ണട്ടെ. മനുഷ്യ, ഈ ഭയം വേണം നിങ്ങൾക്ക്. എനിക്കെന്താ നിങ്ങൾ ഇത്രയ്ക്ക് ഇഷ്ടം അറിയോന്ന്? ഇല്ല, ഞാൻ എന്ത് വഴക്ക് പറഞ്ഞാലും ഇതുപോലെ മിണ്ടാതെ നിൽക്കുന്നോണ്ടാ. അത് പിന്നെ കൊടുങ്കാറ്റടിച്ച് എത്ര വലിയ മരമായാലും ഒന്ന് കുനിയും. ഇതെന്താ ചുമയാ മനുഷ്യ? കഴിഞ്ഞാഴ്ച ഇതിലും നല്ല ചുമയായിരുന്നു. നീ കണ്ണു വെച്ച് എന്റെ ചുമന്റെ പഞ്ച് കുറഞ്ഞു. നിങ്ങളോട് ഡോക്ടർ പറഞ്ഞതല്ലേ രാവിലെ എണീച്ച് നടക്കാൻ പോവേ? അതിന് ഞാൻ നടക്കാറുണ്ടല്ലോടി. എവിടെ നടക്കുന്നേ നിങ്ങള്? നെറ്റ് ഇട്ടാത്തപ്പോ മൊബൈലും വെച്ച് ഈ വീട്ടിന്റെ ചുറ്റും എത്ര തവണ നടക്കാറുണ്ടോന്ന് അറിയോ? എന്നാ ഞാനും വരുന്ന
ഒന്ന് നടക്കാൻ. എന്റെ ഈ വണ്ണൊന്ന് കുറച്ചൊരു സ്ലിം ബ്യൂട്ടി ആവണം. നീ നടക്കാനൊന്നും പോണ്ടടി. നീ ഇങ്ങനെ ആഞ്ചാ മതി. നിന്റെ വണ്ണവേ കുറയും. ഇങ്ങനെ ആക്കി എങ്ങനെ വണ്ണം കുറയാനാ? 4 നേരം ഭക്ഷണം വെക്കുമ്പോഴേ ഇങ്ങനെ ആക്കിയാ മതി. എനിക്ക് വേണ്ടാന്ന്. അപ്പൊ നിന്റെ വണ്ണവേ തനിയെ കുറയും. അപ്പുറത്തെ രാജന്റെ ഭാര്യ അവൻ എല്ലാ ദിവസവും വെളുപ്പാങ്കാലത്ത് നടക്കാൻ വിടും. ആ രാജൻ അറിയാം അവള് നടക്കാൻ പറ്റും നേരെ ഇങ്ങ് തിരിച്ചു വരും. പക്ഷേ എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്കറിയോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീട് നോക്കുന്നേന്ന്? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിന്റെ ഈ കഷ്ടപ്പാടേക്കുന്ന നിനക്കറിയോ? പറഞ്ഞ സമയം പോലും തന്നില്ല. ഈ ജുബ്ബയും മുണ്ടും മാറി എനിക്ക് പെൻഷൻ മേടിക്കാൻ പോണം. എന്തേ ജുബ്ബയും മുണ്ടിട്ട് പോയാൽ നിങ്ങൾക്ക് പെൻഷൻ തരൂലേ? എടി ഈ ജുബ്ബയും മുണ്ടൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആടി. പിന്നെന്താ നിങ്ങളെ പുതിയ പാഷൻ? വെയിറ്റ് ആൻഡ് സീ. ഇതെന്താ പുതുമന്നയാൾക്ക്? നിങ്ങളെ ജുബ്ബ നിലക്ക് എന്നെ കൊണ്ടുപോയ നിങ്ങള് പോയി അലക്കിക്കോ. ഇതെന്താ കത്തോ? എന്റെ പ്രിയപ്പെട്ട പ്രഭയ്ക്ക് പ്രഭാകരനെ പ്രഭയെന്നോ? നമ്മൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ച ആ സുവർണ കാലഘട്ടം മറക്കാനാവുമോ? അന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടു. അന്ന് നമ്മൾ ഒരുമിച്ച് കോവളം ബീച്ച് കാണാൻ പോകണമെന്ന ആഗ്രഹം നടന്നില്ല. ഇന്ന് ആഗ്രഹം നടക്കാൻ പോവുകയാണ്. നിന്റെ ആ പഴഞ്ച ചുബ്യം മുണ്ടും മാറ്റി ഒരു ഫ്രീക്കൻ സ്റ്റൈലിൽ വേണം വരാൻ എന്ന് രജനി. ശ്വേതക്കൊച്ചേ എന്റെ കെട്ടിയം വഴി പിഴച്ചു പോയി. പ്രായം ചെന്ന കുട്ടിയെങ്കിലും ഇതെന്താ മനുഷ്യ? എടി ഇതാണ് ഫ്രീക്കൻ. ഇത് ഫ്രീക്കൻ അല്ല ക്രാക്കൻ. എടി കാലം മാറുന്നനുസരിച്ച് ഇതുപോലെ കോലം മാറണം. കോലം മാറിക്കോ, പക്ഷെ ഇതുപോലെ കോലം കെട്ടാതിരുന്നാ മതി. എടി ഇതാണ് തന്ത വൈബ്. തന്ത വൈബല്ല, ഇത് മോണ വൈബ്. ഒച്ച പല്ലില്ല. എടി നിനക്കിപ്പോ എന്താണ് വേണ്ടത്? ഇതെന്താ മനുഷ്യ? പേപ്പർ. അതല്ല, അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് അത് വായിച്ചാലല്ലേ മനസ്സിലാവും. ഞാൻ ഇത് വായിച്ചപ്പോ വാഴക്കപ്പോ അല്ല, ഞാൻ ഇത് വായിച്ചപ്പോ ചുമയാ. രജനി, അപ്പൊ നീ അതെല്ലാം അറിഞ്ഞല്ലേ? ഞാനൊരു സർപ്രൈസ് ആയിട്ട് വെച്ചതായിരുന്നു. എന്റെ ചങ്കാണ് രജനി. നിങ്ങളെ ചങ്ക് ഞാൻ തകർക്കും. ഞാനും രജനിയും കൂടെ കോവളം ബീച്ച് കാണാൻ പോകുന്നു. ഈ വീട്ടിലും 3 നേരം വെച്ച് വിളമ്പി തന്നെ എന്നോട് നിങ്ങള് സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? സുഖമാണ്. എപ്പ ചോദിച്ചാലും സുഖമല്ലെന്നേ പറയൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? എന്നാലും നിങ്ങൾ ഈ രജനി അവളെയും കൊണ്ട് കോവളത്ത് പോകുന്നല്ലേ? എടി അത് അവളല്ല, അവൻ. എന്റെ കൂടെ പച്ച രജനി നാഥ്. ഞാനും അവനും കൂടെ കോവളത്ത് പോകുന്നെന്നാ പറഞ്ഞേ. രജനീനാഥായിരുന്നോ? ശ്വേതക്കൊച്ചേ, നേരത്തെ പറഞ്ഞത് തിരിച്ചെട്. എന്റെ കെട്ടിയം വഴി പിടിച്ച് പോയിട്ടില്ലേ? എന്റെ കെട്ടിയം പാവാടല്ല ചുരിദാറ്. നിങ്ങൾക്ക് നാണില്ലേ മനുഷ്യ ഇത്ര ചെറിയ ഡ്രസ് ഇട്ടിട്ട് ബീച്ചിൽ പോവാൻ? ഇതിനെല്ലാം ചെറിയ ഡ്രസ് ഇട്ടോണ്ടാ അവിടെ മദാമ്മമാര് വരുന്നത്. നിങ്ങള് പുതിയ ഡ്രസ് വാങ്ങിട്ട് എനിക്കൊരു ഡ്രസ് വാങ്ങി തന്നോ? അതിന് നിനക്കൊരു പുള്ളി ഉണ്ടായിരുന്നല്ലേ? മനുഷ്യ, നിങ്ങളല്ലാതെ വേറൊരു പുള്ളിയും എന്റെ മനസ്സിലില്ല. ഓടി അതല്ല, നിനക്കില്ലേ കറുത്ത ഉള്ളിലുള്ള ഒരു സാരി? ആ സാരി ഉടുത്ത് നീയും പാടി നമുക്ക് കടല് കാണാൻ പോവാം. അയ്യോ, കടലില് തിരമാല ഇരിക്കുന്നത് കാണുമ്പോ തന്നെ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ടടി, തിരമാല നീയും ഒരുപോലെയാ. അതെങ്ങനെ? ഇങ്ങനെ ഇരച്ചോണ്ട് വരുമ്പോ നമ്മൾ മിണ്ടാതെ അങ്ങ് നിന്നാ അത് അടുത്ത് വന്നേച്ചു മിണ്ടാതെ അങ്ങ് വെക്കോളൂ. നിങ്ങൾ വയസ്സിനാണെന്നുള്ള ചിന്ത ഉണ്ടോ മനുഷ്യ? അതിന് എനിക്ക് വയസ്സായില്ലല്ലോ. പിന്നെ ഈ തലയിൽ കാണുന്ന നരയാ? അത് നിന്നെ സഹിച്ചെന്നെ എനിക്ക് കിട്ടിയ മെഡലാ. നിനക്കും ചെറിയ മെഡലൊക്കെ കിട്ടി തുടങ്ങി. അപ്പൊ പറഞ്ഞ പോലെ നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കോവളം കണ്ടിട്ട് വരാം. നിക്കവിടെ. എന്തോ? ഈ വീട്ടിൽ തീരുമാനം എടുക്കുന്നത് ആരാ? ഈ വീട്ടിലെ തീരുമാനം എടുക്കുന്ന ഞാനാ. പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് നീ.
എന്നാലേ ഈ വീട്ടിലെ പുലി ഞാനാ. എങ്കിലേ ഈ പുലിയുടെ കൂടെ അടയ്ക്കുന്നതും തുറക്കുന്നതും ഞാനാ. അതുകൊണ്ട് പോയി തെങ്ങില് വളമെടുക്ക് മനുഷ്യ. അപ്പന്റെ കോവളോ ഗോ വളം. കഴിച്ചടാ കഴിച്ചു. ഓ മൈ ഗോഡ്, നമ്മൾ പറയില്ലേ മഹാന്മാരുടെ കാല് തൊട്ട് വന്ദിച്ച് നമ്മൾ മുന്നോട്ട് സത്യം വരാൻ അവിടെ ഇരിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് ഇപ്പോൾ എനിക്ക് ഓ മൈ ഗോഡ്. ഒരു 5% എനിക്ക് തരുമോ കഴിവ്? എന്തോരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു, എന്തോരു അഭിനയായിരുന്നു. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ നമ്മളല്ലേ അസാധ്യം മോനെ. നീ സൂപ്പർ ആയിരുന്നുടാ. നീ ഒരു യോയോ അപ്പനായിരുന്നു. അമ്മച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിയലായി. മക്കളെ നമ്മള് എന്താണ് അവിടെ ഇങ്ങോട്ട് വാടാ മക്കളെ, ഇങ്ങോട്ട് വാ എല്ലാരും. ഒരു കാലിങ്ങനെ അടിപൊളി. താങ്ക് യു. രണ്ടുപേരും അടിപൊളിയാട്ടോ. ഇവന്റെ ഫേസിലോട്ട് എല്ലാരും നോക്കണേ. നമ്മളെ പുലിമുരുകനിലെ മകരന്ത് ദേശ്പാണ്ഡെ ഇല്ലേ, അതായത് ലോകത്തിൽ ഒന്നേ കാണും ഇത് ചേർത്ത് പിടിച്ചോളൂ പറഞ്ഞ ഇവര് പട്ടാള ഡ്രസ്സൊക്കെ ഇടും. കറക്റ്റ് മകരന്ത് ദേശ്പാണ്ഡെ. ഈ തൻവിക ഉണ്ടല്ലോ, ഏതൊക്കെയോ നടിമാരുടെ മിനിയേച്ചർ ഒരുപാട് നമ്മൾ കണ്ട് പരിചയമുള്ള സിനിമയിലൊക്കെ. സത്യം. അത് മാത്രമല്ല ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും ഭയങ്കരമായിട്ട് ആപ്റ്റ് ആവുന്നു എന്നുള്ളതാണ്. ആൻഡ് പെർഫോമൻസിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഓരോ എക്സ്പ്രഷൻ, ഡയലോഗ് ഡെലിവറി. അല്ല അത് മാത്രല്ല നമ്മളുടെ ഇവിടുത്തെ കുട്ടികളുടെ ഈ ഒരു കുറെ കുട്ടികളുണ്ടല്ലോ, എല്ലാവരും അസാധ്യം. അതിന് ഞാൻ പറയാണ് ആദ്യമായിട്ട് ഗ്രൂമേഴ്സിന് ഞാൻ പറയാം നമ്മളെല്ലാവരും ഹാറ്റ്സ് ഓഫ് ചെയ്യണം. ഡൺ സച്ച് ഗുഡ് ജോബ്. എന്തായാലും ഭയങ്കര സന്തോഷം. നമ്മളൊരു നല്ല എല്ലാം സ്ക്രിപ്റ്റും നല്ലതാണ്, പക്ഷേ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ആർട്ടിസ്റ്റാണ്. വി ഫീൽ സോ പ്രൗഡ് ടു സീ ഗുഡ് ആർട്ടിസ്റ്റ്. അതെ, ഇപ്പൊ നമ്മൾ ഇവരുടെ വീട്ടിലാ വന്നേക്കുന്നത്. ഇനി നമുക്ക് തിരിച്ച് കോമഡി മാസ്റ്റേഴ്സിലേക്ക് പോകണ്ടേ? പോണം. ഒന്ന് ചാടിയാലോ എല്ലാവർക്കും കൂടെ? 1 2 3. ഇപ്പഴാ സമാധാനായത്. ചേച്ചി, നമ്മൾ ചിരിപ്പിച്ച് ബാറ്ററി ഓൺ ആക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ആ ബാറ്ററി എത്രത്തോളം കയറി എന്നുള്ള ഇനി നമുക്ക് നോക്കണ്ടേ? വേണോ വേണ്ടേ? ചേച്ചി പറയുന്ന പോലെ നമുക്ക് ഫുള്ള് നമ്മുടെ കൊടുത്താലോ? മനസ്സും നമ്മൾ ആസ് എ സ്കിറ്റ് എന്നുള്ള രീതിയിൽ ഇത് 150 അല്ല, ബാറ്ററി ഓവർലോഡ് ആയി ബേസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിലും യെസ് ഈ ഷോന്റെ ഒരു ഭാഗമായിട്ട് എത്രത്തോളം ഇനി ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. നല്ലൊരു കേൾക്കമാണ്. അടിപൊളി. പൊളി പൊളി പൊളി. നിങ്ങൾ ശരിക്കും കൊടുക്കൂ. ഇവർ ക്യാരക്ടറിൽ നിന്ന് വിട്ട് കഴിഞ്ഞ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവരെ ഈ പ്രായത്തിൽ നമ്മള് അമ്മേരെ ഉരുവാപ്പാട്ട് 30 രൂപ മോട്ടി അവര് 30,000 രൂപ ഉലുവാപ്പാട്ടേ കണ്ടില്ല നമ്മളാ സമയത്ത്. നമുക്ക് അങ്ങനെ ഒരു കാര്യം. ചേച്ചി നമുക്കിനി പൈസ കൊടുക്കണ്ടേ? പിന്നെ ബാങ്ക് റെഡിയാണോ? റെഡിയാണ്. പൈസ ഇട്ടോളൂ ചേച്ചി. ആഘോഷിക്കാം. ഇവളുടെ ചിരി കാണുമ്പോഴാണ് ചിരിയിടയ്ക്ക് ചെറിയൊരു സൗണ്ട് അതുകൂടെ കണ്ണോണ്ടുണ്ട് ഇങ്ങനെ കണ്ണ് ചിമ്പോള്. ചിലപ്പോ നമുക്ക് ചില കുട്ടികളെ കടിച്ചൊക്കെ തിന്നാൻ തോന്നുന്നു. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് തോന്നണോ? അവളെ മാറ്റിയെടുത്ത്
Cutie, the hand wash presents Comedy Masters, co-presented by SLBS Mark Lens, powered by Amrithaveni Lice Kit, co-powered by Rajakumari Group. ഈ കോമഡിക്ക് ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ അത് ഇടാൻ ഞാനിപ്പോ എല്ലാരോടും പറയും. അതാണ് അതെന്ത് പറ്റി നാരാ എന്നോട് ചോദിച്ചത്? ഞാൻ തന്നെ ചോദിച്ചത്. നമ്മുടെ മോൺസ്റ്റർ ആണ് ഇവിടെ പെർഫോം ചെയ്യാൻ എത്തുന്നത്, നമ്മളാണ് ഇറക്കാൻ പോകുന്നത്. കാരണം ഇപ്പൊ മഴക്കാലമല്ലേ, മൊത്തത്തിൽ മഴ ആയതുകൊണ്ട് എല്ലാവരും തണുത്തിരിക്കണം. അപ്പൊ ആ മഴയ്ക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തുകൊണ്ട് ചൂടാക്കാൻ വേണ്ടി നമ്മുടെ ചുണക്കുട്ടി ഇറക്കാൻ പോവുക. അതെ, നിങ്ങൾക്കുള്ള ചുട്ട മറുപടി ആയിട്ടാണ് നമ്മുടെ ചുണക്കുട്ടി വരുന്നത്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി ഇളക്കി മറിക്കാനായിട്ട് വരുന്നു ഗംഗ. അപ്പൊ എന്തായാലും ചേച്ചി പെർഫോമൻസ് കാണാൻ റെഡി ആണെങ്കിൽ നോക്കിക്കോ, മറുപടി ഇപ്പൊ വരും. മഴയൊക്കെ പെയ്യല്ലേ, തണുത്തൊക്കെ ഇരിക്കുന്ന ശ്വേത ചേച്ചി, എന്ത് മുടിഞ്ഞ മഴയല്ലേ ഇപ്പൊ പുറത്ത്. ആരാ ഈ പറയുന്നേ? കഴിഞ്ഞ ദിവസം ബൈപ്പാസിൽ നിന്ന് സൂര്യനെ നോക്കി പൂര തെറി വിളിച്ച ആളാ എന്റെ 5 കന്നാസ് സൺസ്ക്രീൻ തീർത്തെന്ന് പറഞ്ഞു. കേട്ടോ, ഒരുത്തി ഇവിടെ ഷർട്ടൊക്കെ ഇട്ടോണ്ട് വന്ന് മഴേനെ 4 തെറി വിളിച്ചപ്പോ പുറകെ നിന്ന് സിന്ദാബാദ് വിളിക്കുക. പൊന്നെ, നമ്മൾ രണ്ടും കൂടെ രാഷ്ട്രീയത്തിനകത്തോട്ട് ഇറങ്ങാമെങ്കിൽ കേരളം നമ്മുടെ ഉള്ളം കയ്യിൽ വേണം. നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് പൊളിക്കാം. ഓക്കെ, അപ്പം ശ്വേത ചേച്ചി, സെലിബ്രിറ്റീസ്, പിന്നെ അമ്മ മുളക് ഉണക്കാൻ ഇട്ടേക്ക് നിനക്ക് ചുമന്ന് തൊടുത്തിരിക്കുന്ന മക്കളെ, വെൽക്കം വെൽക്കം. എൻ്റെ പേര് ഗംഗാ മീനാക്ഷി. മഴക്കാലം, മഴവെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് പ്രത്യേക ഒരു വികാരമാണ് അല്ലേ? അപ്പൊ ഈ കുട്ടിച്ചോടെ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത വികാരം ഇടുന്നേ? നോക്കാൻ തന്നെ മ്ലേച്ഛം. കൊച്ചുമക്കളെ അങ്ങോട്ട് നോക്കല്ലേ. പുള്ളി വികാരം എന്ന് പറഞ്ഞ ഒരു ഒറ്റ ഡയലോഗ് ചാനൽ തന്നെ മാറ്റിക്കളഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് മഴയോട് പ്രണയമുണ്ട്? എനിക്കില്ല. ചെറുതായിട്ടുള്ളൂ, ഇപ്പൊ മുളച്ചെനിക്കുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒന്നിന്റെ വീട്ടിൽ ചോർച്ചയൊന്നും ഇല്ലേ മഴയോട് ഇത്ര ആക്രാന്തം കാണിക്കാൻ? മഴയോട് പ്രണയമുള്ളതെന്ന് വെച്ചപ്പോ ശ്രീവിദ്യ ചേച്ചി മന്തിന്നെങ്ങാണ്ടാ തോന്നട്ടെ. എനിക്ക് അതൊക്കെ കുട്ടിച്ചേട്ടൻ. പ്രണയിക്കാൻ പെണ്ണിനെയോ കിട്ടുന്നില്ല, മഴയും. അത് സത്യം. മഴയെന്ന് കേൾക്കുമ്പം ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന ഡയലോഗാണ് മഴ, ചായ, ജോൺസൺ. അത് നിങ്ങൾ സിനിമാക്കാർക്ക്. ഞങ്ങള് പാവപ്പെട്ടവർക്ക് മഴ, ചോർച്ച, ദുരിതാശ്വാസൊക്കെയാണ്. ഞാനിപ്പോ കുറെ തവണ ഒന്ന് ചോർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പാവപ്പെട്ടവരെ കളിയാക്കുവാന്ന്. ഒരിക്കലും അല്ല. പാവപ്പെട്ടവന്റെ വീട്ടിലും ചോർച്ചയുണ്ട്, പണക്കാരൻ അംബാനിയുടെ വീട്ടിലും ചോർച്ചയുണ്ട്. പാവപ്പെട്ടവന്റെ വീട്ടിൽ നിന്ന് ചോരുന്നത് മഴവെള്ളമാണെങ്കിൽ അംബാനിയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ചോരുന്നത് ചിലപ്പം പുള്ളിയുടെ ഭാര്യയുടെ ബ്ലൗസിന്റെ ഡിസൈനോ കല്യാണത്തിന് വലിച്ചു കെട്ടി പന്തലിന്റെ ഒക്കെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ഡയന ചേച്ചി, കഴിഞ്ഞ മാസം എന്റെ ബ്ലൗസിന്റെ ഡിസൈനും ചോർന്നായിരുന്നു. പിന്നെ കടയിൽ പോയി മുച്ചോടും തുണി എടുത്തിട്ട് പൈസ ചോദിക്കുമ്പോ കൊള്ളാ പോയിക്കുന്ന പരിപാടി അല്ല നമ്മൾ പറയുന്നത്. ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലുണ്ട്. ഏതാണെന്നറിയാമോ? ACB. അതുണ്ട്. കാരണം നമ്മൾ ഫോൺ എടുത്ത് വിളിച്ച ഉടനെ നമുക്ക് കറണ്ട് വരണം. നമ്മുടെ വിചാരം അവിടെ ഇരിക്കുന്ന എല്ലാം ഡിങ്കനും സൂപ്പർമാനും ശക്തിമാനുമാ. കോൾ എടുക്കുന്ന ഉടനെ ചെട്ടിയിട്ട് പോയി എല്ലാം സെറ്റ് ചെയ്തിട്ട് വരുവാ. അങ്ങനെയല്ല, ഞാൻ പറയുന്നത് കാലാവസ്ഥാ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. പാവത്തുങ്ങള് ഇന്ന് മഴ പെയ്യുമെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുന്നവനെ സൂര്യൻ ടാറ്റ് പിടിച്ചു വിടും. അമ്മാതിരി വെയിലാ. ഇനി വെയിൽ വരുമെന്ന് പറഞ്ഞു നോക്കെ, പുറത്തോട്ട് ഇറങ്ങുന്നവനെ മഴ അടിച്ച് അങ്ങ് കടലിൽ കൊണ്ടുപോയിടും. അമ്മാതിരി മഴയുവാ. ഇനി ആ പാവത്തുങ്ങൾ ഒന്നും മിണ്ടാതിരുന്നു നോക്കെ, ഫോൺ എടുത്ത് നമ്മൾ ചോദിക്കും നിന്റെയൊക്കെ വായിലെന്തോ പഴമാണോ, എന്ത് കാലാവസ്ഥയിലൊന്നും വന്നില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മക്കളെ, നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ആവും. നമ്മുടെയൊക്കെ അമ്മമാര് എത്ര പൊരി വെയിലാണേലും എങ്ങനെ ഒരു കുട എടുത്ത് കൈ വെയ്, 10 മിനിറ്റ് കഴിഞ്ഞാൽ മഴ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ 10 മിനിറ്റ് 10 സെക്കൻഡിൽ മഴ പെയ്തിരിക്കും അല്ലേ? ഈ നമ്മളോട് ചെയ്യുന്നത് പോലെ കാർമേഘത്തിനെ നോക്കി പേടിപ്പിച്ച് മുള്ളിച്ച് മഴ പെയ്പ്പിക്കുന്നതാണോന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. അമ്മമാര് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. മുഖ്യമന്ത്രി സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്, പറ്റുമെങ്കിൽ നമ്മുടെ ഈ അമ്മമാരെയും കൂടെ കാലാവസ്ഥാ ഡിപ്പാർട്ട്മെന്റിൽ കാലാവസ്ഥക്കാര് സാധ്യതയാണ് പറയുന്നെങ്കിൽ അമ്മമാർ എപ്പോ പെയ്യൂന്ന് പറയും. മഴ പെയ്യുന്നതിന്റെ സാറ്റലൈറ്റ് മുകളിലുണ്ടെങ്കിലും എപ്പോ പെയ്യണം എന്നുള്ളതിന്റെ റിമോട്ടിന്റെ ചുറ്റിരിക്കുന്നത് നമ്മുടെ അമ്മമാരുടെ കയ്യിലാണ് അല്ലേ? പണ്ടൊക്കെ മലയാളികള് മുകളിലോട്ട് നോക്കുന്നത് മഴ പെയ്യുവോ വെയിൽ വരുമോ എന്നായിരുന്നു. ഇപ്പൊ മലയാളികൾ മുകളിലോട്ട് നോക്കുന്നത് ആ മുല്ലപ്പെരിയാർ ഇന്നെങ്ങാനും പൊട്ടുവോ എന്നറിയാനാ. മുല്ലപ്പെരിയാറിനെ പറ്റി എന്തോ പറയാനാ ചേച്ചി? ഇപ്പൊ ഈ മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഒരു ബോംബ് എടുത്ത് വെച്ചിട്ട് അത് കത്തിക്കാനുള്ള തീപ്പെട്ടിയും തിരശ്ശീലെ അന്യ സംസ്ഥാനത്താൽ ആളുകളുടെ കൈ കൊടുത്തിട്ട് ചെവിയും പൊത്തിരിക്കുന്ന പാവത്തുങ്ങളാ നമ്മള്. മുല്ലപ്പെരിയാറിനെ പറ്റി എന്ത് വാർത്ത വന്നാലും മുകളിലോട്ടുള്ളവർ പറയും പൊട്ടുമ്പോ നോക്കാം,
മുല്ലപ്പെയ്യാർ അല്ലേ, അത് പൊട്ടട്ടെന്ന്. പൊട്ടുമ്പോ നോക്കാനേ പറ്റൂ, വേറെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പൊട്ടി വെള്ളം എല്ലാം കൂടി ഇടിച്ചു വരുമ്പോഴത്തേന് പൊട്ടിയോ എന്ന് ചോദിക്കാനുള്ള സമയം പോലും ചിലപ്പോ കിട്ടിയെന്ന് വരത്തില്ല. പൊതുവേ സോഷ്യൽ മീഡിയയിൽ എയറിലാവുന്ന ഒരാളായതുകൊണ്ടും മുല്ലപ്പെരിയാറിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ശൂന്യാകാശത്തേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടും മുല്ലപ്പെരിയാർ വിഷയം നമുക്ക് ഇവിടെ പകുതി വെച്ചങ്ങ് നിർത്താം. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത്. അപ്പം ഈ മഴ സമയത്ത് നമ്മുടെ അമ്മമാര് ഒട്ടും ഉപയോഗിക്കാത്തൊരു സാധനമുണ്ട്. എന്തുവാന്നറിയാമോ? മഴയത്ത് ഒട്ടും പൊന്നെ തലയ്ക്കകത്ത് ചകിരിയാന്ന് എല്ലാവർക്കും അറിയാം. നാട്ടുകാരെ മുഴുവൻ അറിയിക്കാതെ. അയ്യോ ഞാൻ പറയട്ടെ, കൊട ഇഷ്ടംപോലെ കൊട വാങ്ങിച്ചു വെക്കും, എന്നാ അത് തരുത്തില്ല. അമ്മ മഴയത്ത് ആ കൊടയും തന്ന എന്റെ കൊടയുടെ കമ്പി തുരുമ്പിക്കും. വെയിലത്ത് ആ കൊടയെന്താ എന്റെ കൊടയുടെ തുണി നരയ്ക്കും. നമ്മളൊരു കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി വാങ്ങിച്ച ഒരു 2.5 ഏക്കർ സ്ഥലം നമ്മുടെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്ത അമ്മ പറയും നന്നായി വാന്ന്. അതേസമയം ആ ഫുട്പാത്തിൽ നിന്ന് എങ്ങാണ് ഒരു 4 കൊട ലാഭത്തിൽ വാങ്ങിച്ചു കൊടുക്ക്, അമ്മ വേണേ അമ്മയുടെ കിഡ്നി വരെ പിച്ചി തരും, നീ കൊണ്ടുപോയി ജീവിച്ചോ എന്ന് പറഞ്ഞു. കൊടയോട് അത്രയും അറ്റാച്ച്മെന്റാ. ചില ആളുകൾക്ക് കൊടയെന്ന് പറഞ്ഞാൽ അങ്ങ് ഇമോഷണലാണ് ഭയങ്കര. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പുള്ളിക്കാരിയുടെ വീട്ടിലൊരു കൊടയുണ്ട്, എത്ര മഴ വന്നാലും എടുക്കത്തില്ല. ചോദിച്ചാൽ പറയാം അവർ അപ്പൂപ്പന്റെ ആത്മാവ് അതിനകത്ത് ഉറങ്ങും. ഈ അപ്പൂപ്പൻ മരിച്ചത് ലങ്സിൽ ചെറിയൊരു ഓട്ടം വന്നിട്ടാ. അതിന്റെ ഒരു ഇതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഈ അപ്പൂപ്പൻ ഈ തുണിക്കകത്തെല്ലാം ഓട്ടം ഇട്ട് വെച്ചിരിക്കുക. ഈ കൊടയും കൊണ്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ കൊട ഇല്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ 60% നനയൂ. ഈ കൊട തുറന്നു പോകുന്ന ആള് 90% നനയും. അത്രയ്ക്ക് ഓട്ട അതിനകത്ത്. എന്നിട്ട് ചെറിയൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ കൊട തന്നെ നമ്മളെ തുണി നോക്കി കാണിക്കും. അതായത് ഉൾട്ടയടിച്ചിട്ട് തുണി ആകാശത്തിനും കമ്പി നമുക്കോ. അതെന്തിന് ഒരുമാതിരി മറ്റേ ഗതയൊക്കെ പിടിച്ചോണ്ട് പോകുന്ന പിന്നെ സാധനം പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ മറ്റേ കവികളൊക്കെ പാടാറുണ്ട്, മഴയിൽ രാത്രി. ഒരുപാട് പാടത്തില്ല, അത്രേ അറിയത്തുള്ളൂ. രാത്രി മഴയിലെന്ന്. രാത്രിയില് മഴയുടെ സംഗീതം ഉണ്ടെങ്കില് ഷീറ്റിട്ട വീട്ടിൽ മഴ പെയ്യണം. ശിവമണിയും സ്റ്റീഫൻ ദേവസിയും ഒരുമിച്ച് മോളിരുന്ന് ഫ്യൂഷൻ നടത്തുവാന്നോ, മട്ടന്നൂര് ടെറസിന്റെ പുറത്തിരുന്ന് കൊട്ടിപ്പിടിക്കുവാന്നോ, നാട്ടുകാരെല്ലാരും കൂടെ കല്ല് പറക്കി എറിയുവാന്നോ ഒരു ഐഡിയ ഇല്ല. കുക്കർ വരെ പൊട്ടിത്തെറിക്കുന്ന ഒച്ചയാ മോളില്. തൊട്ടടുത്ത വീട്ടിൽ കൊലപാതകം. തൊട്ടടുത്ത വീട്ടിൽ എന്തിന്? അപ്പുറത്തെ റൂമിൽ അമ്മൂമ്മ ഉള്ള മഴയത്ത് കാച്ചിലും ചേമ്പും എല്ലാം അവിച്ച് നിന്ന് വയറ്റത്ത് ഗ്യാസ് കയറ്റി അതവിടെ നിന്ന് നിരങ്ങി നെഞ്ചത്ത് വന്ന് അതവിടെ ഇരുന്ന് വീർത്ത് ഹാർട്ട് അറ്റാക്ക് ആയി. അമ്മൂമ്മ ഉടലോടെ അങ്ങ് സ്വർഗത്ത് പോയാലും അമ്മൂമ്മയുടെ സഞ്ചാനീയത്തിന് സാമ്പാർ വിളമ്പിക്കൊണ്ട് നമ്മൾ പറയും, അമ്മൂമ്മ ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ ആ ഷീറ്റിന്റെ സൗണ്ടിന്റെ ഇടയിൽ കൂടെ നമ്മൾ കേട്ടേനെ. സിനിമയൊക്കെ കണ്ടോ? സിനിമയിലും സീരിയലും എന്തിനും പരസ്യത്തിൽ പോലും മഴ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ചൂട് ചായ, ചൂട് വട, ചൂട് നൂഡിൽസ്. പരസ്യം പോലും അങ്ങനെയാ. അതൊക്കെ ഞങ്ങളുടെ വീട്ടില് ഒരു മഴയൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ വേണം അമ്മയ്ക്ക് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അടുപ്പ് തന്നെ കണ്ടുപിടിച്ചെടുത്തോണ്ട് വരാൻ. എന്നിട്ടില്ല ബാഹുബലിയിലെ രായമത കൊച്ചിനെ പോയിക്കൊണ്ട് വരുന്നതാണ് അമ്മ ഈ വെള്ളത്തിൽ കൂടെ അടുപ്പും പൊക്കിക്കൊണ്ട് വന്നിട്ട് അച്ഛനും പറയും താണ്ടേന്ന്. അതായത് അവിടെ ഇച്ചിരി മഴ കുറവുണ്ട്, നമുക്ക് അവിടെ അടുപ്പ് കൂട്ടാന്ന്. എല്ലാരും മഴക്കാലത്ത് ചൂട് കായാൻ വന്നിരിക്കുന്ന എവിടെ? അടുപ്പിന്റെ കീഴിലാ. ഞങ്ങൾക്ക് ആദ്യം ചൂടാക്കേണ്ടത് ആ അടുപ്പിനെയാണ്. എന്നാലേ ചാവാതിരിക്കുക തേയിലോളം എങ്കിലും ഇട്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ. ഈ കവികളൊക്കെ പറയല്ലോ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ആവും. നമ്മൾ ക്ലാസ്സിൽ പോകുമ്പോൾ യൂണിഫോം നനയണം, ബാഗ് നനയണം, ബുക്ക് നനയണം, കുട നനയണം, എന്നാലേ ക്ലാസ്സിലേക്കുള്ള ഒരു നൊസ്റ്റാൾജിയ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വേട്ടാവളിയും വീട്ടിൽ വന്ന് യൂണിഫോം ഉണക്കി തരുവോ? പാവം എന്റെ അമ്മച്ചി മെനഞ്ഞാന്ന് മുട്ട പൊരിക്കുന്ന പാനിനകത്ത് വെച്ചാ എന്റെ യൂണിഫോം ഉണക്കി തന്നത്. അതിട്ടുകൊണ്ട് ക്ലാസ്സിൽ ചെന്നപ്പോഴത്തേന് ഫസ്റ്റ് പീരീഡ് വന്ന സാറ് വിളിച്ചു പറഞ്ഞ് ആരോ കൊണ്ടുവന്ന ലഞ്ച് ബോക്സിലെ മുട്ട പൊരിച്ചത് കരിഞ്ഞിട്ടുണ്ട്, നല്ല വാടയടിക്കുന്നത്. ആ മുട്ട പൊരിച്ചത് 165 സെന്റിമീറ്റർ നീളവും 69 കിലോ തൂക്കവും ഉള്ള ഞാനാന്ന് പറയാനുള്ള മടി കാരണം ഇപ്പൊ എനിക്ക് ഫസ്റ്റ് പീരീഡ് ക്ലാസ് കയറാൻ ഒക്കത്തില്ല. പോരാതിന് ടീച്ചർമാർക്ക് മഴയൊന്നും അറിയണ്ട, അവർക്ക് ഷൂസ് സോക്സ് ഇട്ട് ടിപ് ടോപ്പ് ആയിട്ട് പോകണം. ഈ റോഡിലെ ചെളിയിലെല്ലാം കൂടെ ചവിട്ടി 1.5 ലിറ്റർ ചെളിവെള്ളമായിട്ടാ ക്ലാസ്സിൽ ചെല്ലുന്നത്. 3-മത്തെയോ 4-മത്തെയോ പീരീഡ് എത്തുമ്പോഴത്തേന് നമ്മുടെ ഷൂസ് പയ്യെ ഉണങ്ങി തുടങ്ങും. അപ്പൊ ഈ കാല് വരുത്ത പിള്ളേരുണ്ട്, അവർ ഈ ഷൂസിൽ നിന്ന് കാലെടുത്തങ്ങ് വെളിയിടും. വിളത്തുശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് അടക്കയും വെറ്റിലയും വെച്ച് തൊഴും. അത്ര നല്ല മണമാ ക്ലാസ് മുഴുവനും. പിന്നെ ജോഗ്രഫി ഇല്ല, ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല. യൂറിക് ആസിഡ് തോറ്റു വന്ന ഈ വാടയുടെ രാസനാമവും ഇത് എങ്ങനെ ക്ലാസ്സിൽ പരന്നു എന്നുള്ളതിന്റെ പരപ്പളവ് വ്യത്യാസം മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ, അല്ലേ? മഴ സമയത്താണ് പല സാധനങ്ങളും ഒഴുകി വരുന്നത്. എനിക്ക് ഭയങ്കര, ഞാൻ ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. കാരണം പാവപ്പെട്ടവന്റെ കയ്യിലേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേർന്ന ഒരു പരിപാടിയായി മഴവെള്ളത്തിൽ ഒഴുകി വരുന്നത്. ഞങ്ങളുടെ വീട്ടിലെ ഡിപ്പാർട്ട്മെന്റ്സ് തിരിച്ചാണ് അത് ശേഖരിക്കുന്നത്. എൻ്റെ സിസ്റ്റർ കൂടുതലും വെജീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ലൈക്ക് ഒഴുകി വരുന്ന ഉള്ളി, കടല, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അച്ഛൻ മോർ കോൺസെൻട്രേറ്റഡ് ടു ദി പലചരക്ക് സ്റ്റോർ, തേങ്ങ, നെല്ല്, അരി ഒക്കെ. ലൈക്ക്
അമ്മ കുറച്ച് കോസ്റ്റ്യൂമാണ്, ഒഴുകി വരുന്ന ട്രൗസർ, നിക്കർ, ഇന്ത്യൻ ടൈ വരെ ഉണ്ട് അതിനകത്ത്. എന്നിട്ട് അമ്മ ഒഴുകി വരുന്ന ട്രൗസറൊക്കെ അച്ഛനെ കൊണ്ട് ഇടിപ്പിക്കും. അമ്മ ഒരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് അമ്മ കുത്തി തയ്ച്ചൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അച്ഛനിടുന്ന ട്രൗസറിൽ അച്ഛനും അച്ഛൻ്റെ അച്ഛനും മുത്തച്ഛനും പിന്നെ വഴി കൂടെ പോകുന്ന ആടയിലും 4 അച്ഛന്മാരെയും പിടിച്ച് കയറ്റിയാലും 1.5 സെന്റ് അധികം കാണും. എന്നാലും ഞങ്ങളത് ഇട്ടുകൊണ്ട് നടക്കും. പിന്നെ അമ്മ ഇതേപോലെ ഒഴുകി വരുന്ന ചില പാൻസ് ഒക്കെ എടുത്ത് ഫാഷൻ ഡിസൈൻ ചെയ്ത് എനിക്ക് ഇട്ട് തരും. പേടിക്കണ്ട, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാ. ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഇതിന്റെ ഒറിജിനൽ മുതലാളി അടുത്തൂടെ പോകും. മറ്റേ സിനിമയിലെ രാംചരണ് സ്പാർക്ക് അടിക്കുന്നതൊക്കെ നമുക്ക് പെട്ടെന്നൊരു നമ്മള് മൈൻഡിൽ കാണും. പുള്ളി തുണി അവിടെ ഉണക്കിയിടുന്നു, അത് പറഞ്ഞ് വെള്ളത്തിൽ വീഴും, നമ്മുടെ കയ്യിൽ എത്തുന്നു. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇരുട്ടുവക്കത്ത് പോയി നിൽക്കും പുള്ളിനെ കാണാതിരിക്കാൻ വേണ്ടി. കാരണം പുള്ളിക്കും കൂടെ ആ സ്പാർക്ക് അടിച്ച് അവിടെ പൊതിരി അടി നടക്കും. 1 രൂപയ്ക്ക് വിലയില്ലാത്ത പപ്പടത്തിന് അടി നടക്കുന്നു. പിന്നെ ആണോ അയാളുടെ ബാഗി ജീൻസ് ഞാൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴത്തേന് അടി നടക്കാത്തത്. സിനിമയിലും സീരിയലിലും ഒക്കെ മഴയെന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻസ് അല്ലേ. നായിക ഇങ്ങനെ വരുന്നു, വെള്ളത്തുള്ളി ഇങ്ങനെ വീഴുന്നു, നായകൻ ഇങ്ങനെ പിടിക്കുന്നു. ബാക്കി ഞാൻ പറഞ്ഞ എന്തായാലും ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കളയും, ഞാൻ എൻ്റെ വെള്ളം കൊണ്ട് കളയുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ട് മഴയത്തെ റൊമാൻസ്. എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ റൊമാൻസ് ആണ്. ഇങ്ങനെ സ്റ്റേജിൽ പറയുമ്പോൾ നാണം വരുന്നു. അച്ഛൻ കിഴക്കോട്ടോടും ഉണങ്ങിയ തുണി എടുക്കാൻ വേണ്ടി, അമ്മ പടിഞ്ഞാറോട്ടോടും വീടിന്റെ ചോർച്ച വെള്ളമെടുത്ത് കലം വെക്കാൻ വേണ്ടി. രണ്ടും വല്ല ദിക്കിലും നോക്കിയാണ് ഓടുന്നെങ്കിൽ നടുമുറ്റത്ത് കൂട്ടി ഇടിച്ച് കിടക്കുകയും. ഇതൊന്നും ഒരു സിനിമയിലും റൊമാൻറ്റിക് ആയിട്ട് വരുന്നത് എനിക്ക് അറിയത്തില്ല. അതേപോലെ എൻ്റെ ബ്രദറിന് മഴ സമയത്താണ് പ്രണയം പൂക്കുന്നത്. കാർമേഘം ഉരുണ്ട് കൂടുമ്പോഴേ അവൻ സ്റ്റാറ്റസ് ഇടും, ഞാനും നീയും ഇന്ന് മഴയിൽ അലിയും ഒഴുകും ഒന്ന് അറബിക്കടലിൽ എത്തും. പിറ്റേന്ന് രാവിലെ മിന്നലടിച്ച് കൂണ് മുളയ്ക്കുന്ന കണക്ക് അവന്റെ മുതുകത്തും പറയാൻ പറ്റാത്ത പല സ്ഥലത്തും കൂണ് മുളയ്ക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് സ്റ്റാറ്റസ് എത്തേണ്ട കരങ്ങളിലങ്ങ് എത്തിയിട്ടുണ്ട്. അവന്റെ പ്രണയം പൂത്തു കാച്ചു, നാട്ടുകാർ വന്ന് പറിച്ചുകൊണ്ടുപോയി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മഴ സമയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയും മത്സ്യത്തൊഴിലാളികളാണ്. അതുപോലെ മത്സ്യബന്ധനത്തിന് പേരുകേട്ട ഒരു സ്ഥലമായ നീണ്ടകര എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ പറയാൻ പറ്റും മഴയത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് അവരാണ്. പക്ഷെ കേരളത്തിൽ വേറെ എവിടെ മഴ കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ആദ്യം ഓടി വരുന്നത് ഈ മത്സ്യത്തൊഴിലാളികളാണ്. പക്ഷെ ഈ മഴ സമയത്ത് അവരുടെ വീട്ടിൽ അടുപ്പ് കായുന്നുണ്ടോ അവരെന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് തിരക്കി വേറെ ആരും തിരിച്ചു വരാറില്ല. പക്ഷെ നമുക്കതിൽ സങ്കടവും ഇല്ല ചേച്ചി. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നീണ്ടകര എത്തുമ്പോൾ വാടയാണ്, അവിടെ വന്ന് ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേന് ഭയങ്കര ബാഡ് സ്മെല്ലാണ്, മീനിന്റെ വാടയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോള് വരാറുണ്ട്. മീനിന്റെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് എന്തായാലും മുല്ലപ്പൂവിന്റെ മണം വരത്തില്ല. ആ വാടയെന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞേർന്ന മണമാണ്. പക്ഷെ ആ വാട നമ്മുടെ ഹൃദയത്തിനോ മനസ്സിനോ ഇല്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ നമ്മൾ ആദ്യം ഇറങ്ങി ഓടുന്നത്. അതെ, ദയവ് ചെയ്ത് അവരെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തെ ഓർത്ത് കളിയാക്കാതിരിക്കണമെന്ന് എനിക്ക് വലിയൊരു അഭിപ്രായം. ഞാനിത് കൂട്ടിച്ചേർക്കാനുള്ള കാരണം തന്നെ അതുകൊണ്ട്, അത്രത്തോളം വിഷമം വരുന്നോണ്ടാണ്. പിന്നെ എന്തൊക്കെ തമാശ പറഞ്ഞാലും പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം തല വരെ വെള്ളം വന്ന് അതിന് മുകളിൽ പരലോകമാണ്. പണക്കാരനെ സംബന്ധിച്ചിടത്തോളം തല വരെ വെള്ളം വന്ന് അതിന് മുകളിൽ ഹെലിപ്പാഡുണ്ട്. അതുകൊണ്ട് തന്നെ പൈസ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയുന്നതൊക്കെ വെറും കോമഡി സ്റ്റാൻഡപ്പ് ആയിരിക്കും. പാവപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഴയത്തെ അവന്റെ സർവൈവൽ ആയിരിക്കും ഇത്. ഈ സത്യം പറഞ്ഞ ഒരു നോസ്റ്റാൾജിക് ആദ്യം സ്കൂൾ കാര്യം പറഞ്ഞില്ലേ, സൂപ്പറായിരുന്നു ഗംഗ. പേരന്നെ ഗംഗയാണല്ലേ. ബ്യൂട്ടിഫുൾ ആൻഡ് നല്ലൊരു തോട്ടിലാണ് നിർത്തിയത്. സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ പറ്റി ആലോചിക്കാറില്ല, ഈ ഫിഷർമാൻ അല്ലാതെ ഈ കടൽ തൊഴിലാളികളുടെ പറ്റി നമ്മൾ തീരെ ആലോചിക്കാറില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ബ്യൂട്ടിഫുൾ ഒന്ന് ഇപ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വെൽക്കം. ഇല്ല ചേച്ചി, 2018 പ്രളയം ഉണ്ടായപ്പോ അത് ഒരുപാട് നമ്മളെല്ലാവരും നമ്മളൊക്കെ ഇൻസ്റ്റയിലൊക്കെ ഇട്ടതാണ്. പക്ഷെ അത് നമ്മൾ എപ്പോഴും എല്ലാ മഴക്കാലത്തും ഒന്നല്ല, എപ്പോഴും ഇത് ഓർക്കണം. കാരണം 2018 പ്രളയം ഉണ്ടായപ്പോ ഈ പറഞ്ഞ മത്സ്യത്തൊഴിലാളിയാണ് ഈ മൊത്തം സ്ഥലത്ത് ബോട്ടും കൊണ്ടുപോയി എല്ലാവരും രക്ഷപ്പെടുത്തിയത്. അന്ന് അവർക്ക് നല്ലതായിരുന്നു മത്സ്യത്തൊഴിലാളികൾ. വീണ്ടും ഇപ്പൊ ഈ പറയുമ്പോൾ നോക്കി നീണ്ടകരത്തും വീണ്ടും സ്മെല്ലെന്ന്. ഇവനെയൊക്കെ പൊക്കിയെടുത്തോണ്ട് വന്നതെന്ന് ഇവരാ. എന്നിട്ട് ഇപ്പൊ അവർക്ക് വീണ്ടും സ്മെല്ലായി. ഇതാണ് നമ്മുടെ മലയാളികളുടെ കുഴപ്പം. അത് എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്രിയേറ്റർ ആണ് ഗംഗ. എന്റെ വീട്ടിൽ എല്ലാവരും പറയും, ഈ നമുക്ക് ചില കമന്റ്സ് കേൾക്കുമ്പോണ്ടല്ലേ എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തിരിച്ചു തോന്നൂലേ. ആ സമയത്ത് എന്റെ ഹസ്ബൻഡ് പറയും, നിന്റെ ഫേവറേറ്റ് കുട്ടിയില്ലേ അവളുടെ വീഡിയോ എടുത്ത് കാണുന്നു. അപ്പൊ ഞാൻ ഗംഗയുടെ വീഡിയോ എടുത്ത് കാണും. അപ്പൊ ഗംഗ കൊടുക്കണ മറുപടി കൊടുക്കും. എനിക്ക് ഭയങ്കര എന്റെ ജീവിതത്തിൽ ഞാൻ ഗംഗനെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗംഗ വരുന്നു എന്ന് പറയുമ്പോൾ. എനിക്ക് പേഴ്സണലി അറിയില്ല, എനിക്ക് സോഷ്യൽ മീഡിയയിൽ മാത്രമേ ഗംഗയെ അറിയുള്ളൂ. പക്ഷെ നല്ല നിലയിൽ എത്തണം, സിനിമയിലൊക്കെ കയറണം, നന്നായിട്ട് വരണമെന്ന് എന്റെ ദൈവസത്യം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഗംഗ. ഗംഗ എന്ത് പാവമായിട്ട് ഇവിടെ നിൽക്കുന്നത് നോക്കിയ വീഡിയോ കാണുമ്പോ ഉണ്ടല്ലോ തീപ്പുരയായിട്ട് നിൽക്കുന്ന ആളാ. പറയൂ ഗംഗ.
അല്ല ഞാൻ അങ്ങനെയാണ്. അതായത് വെളിയിലൊക്കെ പോകുമ്പോ ഇപ്പം ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വന്നാൽ പോലും ഞാൻ ഇങ്ങനെയാണ് മാറി നിൽക്കും. ആക്ച്വലി ഞാൻ ഇൻട്രോവേർട്ട് ആണോന്ന് വെച്ചാൽ ആണ്. ഞാൻ അധികം അങ്ങനെ സംസാരിക്കത്തൊന്നുമില്ല. പക്ഷെ വീഡിയോയിൽ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഇവര് പോയി കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും പറയോ? ആര് പോയിട്ട്? ഇവര് ഫോട്ടോ എടുക്കുമ്പോ നീ ഇങ്ങനെ നിൽക്കും. ഇവര് പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും? അത് പിന്നെ പുറത്തു പറയാൻ പറ്റില്ല. എങ്ങനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്ത ഒരു കമന്റ് ഏതാണ്? ഇറിറ്റേഷൻ മീൻസ് അങ്ങനെയല്ല, ഞാൻ എല്ലായിടും പറഞ്ഞിട്ടുണ്ട്. അതായത് ഏറ്റവും വൾഗറായിട്ട് വരുന്ന കമന്റിന്റെ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ ഫോട്ടോയാണ്. അപ്പൊ ഞാൻ ആ പ്രൊഫൈൽ ഫോട്ടോ വെച്ച് അത് റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഈ തെറി വിളിക്കുന്നവരുടെ എല്ലാവരുടെയും മുമ്പിൽ ആ കൊച്ചാണ് ആ മൈൻഡിൽ വരുന്നത്. അതുകൊണ്ട് ഞാൻ ആ പ്രൊഫൈൽ ഫോട്ടോ കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. ചിലപ്പോൾ നെയിമും കട്ട് ചെയ്യും, കാരണം അച്ഛൻ്റെയോ അമ്മയുടെയോ ഭാര്യയുടെ ഒക്കെ ഐഡി വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അവർക്ക് കമന്റ് ഉണ്ടെങ്കിൽ സ്വന്തം മുഖം വെച്ചിട്ട് ഇടാമല്ലോ, എന്തിനാ കുഞ്ഞുമക്കളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇടുന്നത്. പിന്നെ അച്ഛനെയും അമ്മേനെയൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കമന്റ് വരാറുണ്ട്. പിന്നെ ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതിപ്പോ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെയ്ക്കും ഒന്നും അഭിപ്രായം പറയാറ്. ഐ റെസ്റ്റ് മൈ കേസ്. ഐ അഗ്രി വിത്ത് യു. ആദ്യം എന്റെ വീഡിയോയിൽ നെഗറ്റീവ് കമന്റ്സ് എന്ന് വെച്ചാൽ അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു വീഡിയോയില്. ഞാൻ നോർമലി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ 1 മില്യൺ അടിച്ചപ്പോൾ അത് ഫേസ്ബുക്കിൽ ചുമ്മാ എടുത്തിട്ടതാ എന്റെ ഒരു സന്തോഷത്തിന്. ഒരാവശ്യമില്ലായിരുന്നു. അപ്പോ അവിടെ കുറെ ആളുകൾ വന്നിട്ട് ഒരാവശ്യമില്ലാതെ അമ്മേനെ അച്ഛനെയൊക്കെ തെറി വിളിച്ചു. അവർക്ക് എന്റെ അമ്മേനെ അറിയത്തില്ല, അച്ഛനെ അറിയത്തില്ല. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ കമന്റ് എടുത്ത് വെച്ചിട്ട് അമ്മയും അച്ഛനുമായിട്ട് റിയാക്ട് ചെയ്ത്. അപ്പൊ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിപ്പോ നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ ഫാനാണ്, അച്ഛന്റെ ഫാനാണ്. അവരും കൂടെ അതുകൊണ്ട് ഫേമസ് ആയി. ഇനി 3 പേരും കൂടെ അത് എടുത്തു പറയണം. എന്റെ അച്ഛൻ ലോഡിംഗ് തൊഴിലാളിയാണ്. അപ്പൊ അച്ഛൻ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ആരും അങ്ങനെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ നമ്മുടെ ന്യൂസൊക്കെ വന്ന് അത്യാവശ്യം ദിവസമായിട്ട് എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ഇപ്പൊ എവിടെ ചെന്നാലും ഗംഗയുടെ അച്ഛനാന്ന് പെർമനന്റ് ആയിട്ട് ചെല്ലുമ്പോ ഒരു സെലിബ്രിറ്റിയുടെ കണക്കാ. റോഡിലൊക്കെ ലോഡ് എടുത്തോണ്ടിരിക്കുമ്പോ ആളുകൾ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഫാദേഴ്സ് ഡേയുടെ അന്നാണ് സൺഡേ സപ്ലിമെന്റിൽ എന്റെ ഇന്റർവ്യൂ വലിയതായിട്ട് വന്നത്. അത് ഞാൻ പുള്ളിനെ ടാഗ് ചെയ്തെങ്കിൽ ഇട്ടു. ഫാദേഴ്സ് ഡേയിലാണ് എന്റെയും വലിയ ഫോട്ടോ വന്നത്. ഞാൻ എവിടെയോ വിട്ടുപോയി. അല്ലാതെ ചേരുന്നുണ്ടല്ലേ ഫാദർ. ചേച്ചിയെ എല്ലാരും മറന്നിരിക്കുമ്പോഴേ വീണ്ടും വരും. അപ്പൊ എന്തായാലും ഗംഗ, താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ടൈം ഇതുപോലെ തന്നെ വരണം. അപ്പൊ ഫാമിലിയും കൊണ്ടുവരണം. ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. Cutie the Hand Wash presents Comedy Masters, co-presented by SLBS Mark Lens, powered by Amrtaveni Lice Kit, co-powered by Rajkumari Group. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ കിടിലം എപ്പിസോഡായിരുന്നു. ഇഷ്ടാണെങ്കിലും അടിപൊളി, സ്റ്റാൻഡപ്പ് കോമഡി ആണെങ്കിലും അടിപൊളി, നമ്മളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പൊ ചേച്ചി, നമുക്ക് ഇന്നത്തെ മെയിൻ, അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ്, ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ്. ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ അല്ലേ? ഒന്ന് ആലോചിച്ചു എന്റെ അവസ്ഥ. ഞാൻ പറയുന്നത്, നമ്മുടെ ഈ വേദിയിൽ ആദ്യമായിട്ട് സ്വന്തം നാട്ടിനെ പറ്റി സംസാരിക്കാൻ വന്ന ഒരാള്, നമ്മളെ ചിന്തിപ്പിക്കാൻ വന്ന്, നമ്മളെ ഒരുപാട് എന്താ പറയാ രസിപ്പിച്ചു ചെയ്തു. ഗംഗ, ദ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. വി ആർ പ്രൗഡ്. ഗംഗ മീനാക്ഷി ഈസ് ആർ മെയിൻ. All right, Cutie the Hand Wash ഇന്നത്തെ മെയിൻ ഗംഗ. Congratulations ഗംഗ. എന്റെ ഇന്നസെന്റ് അല്ലേ? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നുണ്ടാട്ടോ. എന്താണ് എക്സൈറ്റ്മെന്റ്? കേക്കട്ടെ, ആ ഒരു എക്സൈറ്റ്മെന്റ് കേക്കട്ടെ. എൻ്റെ അച്ഛൻ ഭയങ്കര ഫാനാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഇപ്പോൾ സ്റ്റേജിൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനും കൂടെ വരണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്. ചിലപ്പോൾ വരുമ്പോൾ ഭയങ്കര ഒന്നും മിണ്ടത്തില്ല, പക്ഷേ ഉള്ളിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഒട്ടും എക്സ്പ്രസീവ് ആവാത്ത മനുഷ്യനാണ്. അത് എടുത്തു പറയണം. എല്ലാവരും ചോദിക്കാറുണ്ട് അച്ഛൻ മിമിക്രിയിലൊക്കെ ഉണ്ടോ, കാരണം ഭയങ്കര എക്സ്പ്രഷൻസാണ്. ഒരു സെൽഫി പോലും എടുക്കാത്ത മനുഷ്യനാണ്. ഞാനാണ് ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ആക്കിയത്. പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും വന്ന് ചോദിക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കണ്ടേ. ആരെങ്കിലും ഇപ്പൊ വന്നിട്ട് വീഡിയോ ഇല്ല, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഒരു റീല് വരുന്നുണ്ട്. അപ്പൊ അടുത്ത തവണ അച്ഛനെ തീർച്ചയായിട്ടും കൊണ്ടുവരണം. അച്ഛനെ മാത്രമല്ല അമ്മേനെയും കൊണ്ടുവരണം. ഓക്കെ. ദേ നമ്മുടെ സീനിയേഴ്സ് ആയിട്ട് അപ്പച്ചനും അമ്മച്ചും ഇവിടെ നിൽക്കുകയാണ്. മക്കളെ, നിങ്ങൾ സൂപ്പർ ആയിരുന്നു കേട്ടോ.
ക്യൂട്ടി അവിടെ പോയെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങള് എക്കാലത്തെ ഞങ്ങളുടെ എവർഗ്രീൻ time. കോമ്പിനേഷൻ ആണ്. പിന്നെ എപ്പോഴാ ക്യൂട്ടി മേടിച്ചതാ? ആ, പിന്നെ ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും കൊടുറേ. ഇവിടെ ഫുൾ ക്യൂട്ടി വല്ലപ്പോഴും അല്ലേ? അതെ, വല്ലപ്പോഴും ഒരു വേറെ ആർക്കും കൂടെ കിട്ടട്ടെ. എപ്പോഴും ക്യൂട്ടി. ഓക്കെ ആണോ? ആ, ഒരു ഓക്കെ എന്നേ. ആ, എന്നാ നമുക്ക് ഹാപ്പി ആയിട്ട് വൈൻഡപ്പ് ചെയ്ത് അടുത്ത എപ്പിസോഡ് വന്നാലോ? ഓക്കെ. അപ്പൊ എന്തായാലും പാലക്കാട് നിന്നും വന്ന് നിയോ ഡാൻസ് സ്റ്റുഡിയോ മക്കളെ, നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഞങ്ങൾക്ക് കാണണം. ഒരു എപ്പിസോഡും കൂടെ അല്ലേ? ഇവരുമായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ആ പെർഫോമൻസും കൂടെ കാണാം. അപ്പൊ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.